കഥ ആരംഭിക്കുന്നത് നായകനായ ടിം എന്ന ചെറുപ്പക്കാരനിലൂടെയാണ്. ടിം ഒരു ഗെയിം ഡെവലപ്പറാണ്. അതിനാൽ തന്നെ അയാൾ ഒരു ഗെയിം ഉണ്ടാക്കുന്നതിന്റെ തിരക്കിലാണ്. ടിമ്മിന്റെ ഭാര്യയായ ഒലീവിയയാണ് ഈ കഥയിലെ നായിക. ഒലീവിയ ഒരു ആർക്കിടെക്റ്റ് ആയിരുന്നു. എന്നാൽ 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദുരന്തം ഇവരുടെ ജീവിതത്തിലുണ്ടായി. അതിനാൽ തന്നെ ഒലീവിയ ആ ജോലി വിടുന്നു. ആ ദുരന്തത്തിന് ശേഷം ടിമ്മിന്റെയും ഒലീവിയയുടെയും ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. എന്നാൽ ഈ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർക്കാൻ വേണ്ടി ടിമ്മിനെയും കൊണ്ട് പാരീസിലേക്ക് ഒരു യാത്ര പോകാൻ ഒലീവിയ തീരുമാനിക്കുന്നു. അതിനായി ഒലീവിയ ഒരു പഴയ ക്യാമ്പർ വാൻ വാങ്ങുന്നു. ഈ വണ്ടി ടിമ്മിനെ കാണിക്കാനായി അപ്പാർട്ട്മെന്റിന്റെ പുറത്തേക്ക് അവർ ഇറങ്ങുന്നു. അവിടെ വെച്ച് പുതിയൊരു കഥാപാത്രത്തെ നമ്മൾ പരിചയപ്പെടുന്നു. ഫ്രെഡ്മാൻ എന്നായിരുന്നു അയാളുടെ പേര്. ടിമ്മും ഒലീവിയയും താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ ഓണറായിരുന്നു അയാൾ. അയാൾ അവരുടെ വീട് നവീകരിക്കുന്നതിന്റെ തിരക്കിലായിരുന്നു. പെട്ടെന്ന് അവരുടെ പുറകിലായി വലിയ രീതിയിൽ പുക പടർന്നു പിടിക്കുന്നത് അവർ കാണുന്നു. അത് ഹാംബർഗ് സിറ്റിയിലെ തുറമുഖത്തു നിന്നാണ്. ഇന്ന് രാവിലെ അവിടെ ഒരു വലിയ തീപിടുത്തമുണ്ടായെന്ന് ഫ്രെഡ്മാൻ പറയുന്നു. ഉടൻ തന്നെ അവർ ഒലീവിയ വാങ്ങിയ വണ്ടിയുടെ അടുത്തേക്ക് പോകുന്നു. വണ്ടിയിൽ വെച്ച് പാരീസ് ട്രിപ്പിന്റെ കാര്യം ഒലീവിയ പറയുന്നു. എന്നാൽ ജോലി തിരക്ക് കൊണ്ട് ടിം അതിന് തയ്യാറാകുന്നില്ല. അന്ന് രാത്രി ഒറ്റയ്ക്ക് പാരീസിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു ഒലീവിയ. എന്നാൽ പാരീസിലേക്ക് പോയാൽ താൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് ഒലീവിയ ടിമ്മിനോട് പറയുന്നു. അതിനുശേഷം അവിടെ നിന്ന് ദേഷ്യത്തിൽ ഇറങ്ങിപ്പോകാൻ ഒരുങ്ങുകയാണ് ഒലീവിയ. തന്റെ ബാഗ് എടുത്ത് വീടിന്റെ പ്രധാന വാതിലിന്റെ അടുത്തേക്ക് പോയി അവർ. എന്നാൽ വാതിൽ തുറന്നതോടെ ഇരുവരും അതിശയിക്കുന്നു. അപ്പാർട്ട്മെന്റിന്റെ പ്രധാന വാതിലിന് മുമ്പിലായി ഒരു പ്രത്യേകത നിറഞ്ഞ കറുത്ത മതിൽ രൂപപ്പെട്ടിരിക്കുന്നു. ഇത് കണ്ട ഒലീവിയ തന്നെ പോകാൻ സമ്മതിക്കെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നു. ഈ മതിലിനെ പറ്റി തനിക്ക് അറിയില്ലെന്നും താനല്ല ഇത് ചെയ്തതെന്നും ടിം പറയുന്നു. ഉടൻ തന്നെ അവർ അപ്പാർട്ട്മെന്റിന്റെ മറ്റു ജനലുകളും വാതിലുമെല്ലാം പരിശോധിക്കുന്നു. എല്ലായിടവും മതിലിനാൽ ചുറ്റപ്പെട്ടതായി അവർ കാണുന്നു. തങ്ങൾ അപ്പാർട്ട്മെന്റിനുള്ളിൽ അകപ്പെട്ടു എന്നവർക്ക് മനസ്സിലായി. ഉടൻ തന്നെ ഒലീവിയ തന്റെ ഫോൺ എടുത്ത് വീടിന്റെ ഉടമസ്ഥനെ വിളിക്കുന്നു. എന്നാൽ വീടിനുള്ളിലെ സിഗ്നൽ മുഴുവൻ കട്ടായതിനാൽ ആരെയും ഫോൺ വിളിക്കാൻ സാധിക്കുന്നില്ല. മതിലിനടുത്ത് നിന്ന് ഫോൺ വിളിക്കാൻ ശ്രമിച്ച ടിം പെട്ടെന്ന് ഫോണിലെ ചില വ്യത്യാസങ്ങൾ കാണുന്നു. എന്നാൽ അതെന്താണെന്ന് ടിമ്മിന് മനസ്സിലാകുന്നില്ല. ഉടൻ തന്നെ ഒരു ഡ്രില്ലിംഗ് മെഷീൻ കൊണ്ട് ആ മതിൽ തുരക്കാൻ ഒലീവിയ ശ്രമിക്കുന്നു. എന്നാൽ അവർക്കതിന് സാധിക്കുന്നില്ല. ഇരുവരും വീണ്ടും വഴക്ക് തുടരുന്നു. ദേഷ്യത്താൽ ടിം തന്റെ മൊബൈൽ ഫോൺ ആ കറുത്ത മതിലിലേക്ക് എറിഞ്ഞുടയ്ക്കുന്നു. പെട്ടെന്ന് ടിം മതിലിൽ എന്തോ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കാണുന്നു. ഫോണിനുള്ളിലെ ഒരു ഇരുമ്പിന്റെ കഷ്ണമായിരുന്നു അത്. ആ കറുത്ത മതിലിന് ഒരു മാഗ്നറ്റിക് ശക്തി ഉള്ളതായി ടിം കണ്ടുപിടിക്കുന്നു. ഇരുവരും ചേർന്ന് ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച സാധനങ്ങൾ ആ മതിലിൽ ഒട്ടിച്ചു വയ്ക്കുന്നു. മതിലിൽ എവിടൊക്കെയാണ് സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളതെന്ന് കണ്ടുപിടിക്കാനായിരുന്നു അത്. എന്നാൽ ആ വസ്തുക്കളെല്ലാം മതിലിൽ നിന്ന് അവരുടെ നേർക്ക് വരുന്നു. ഇരുവരും ഉടൻ തന്നെ തറയിലേക്ക് വീഴുന്നു. അവരുടെ പുറത്തു കടക്കാനുള്ള ശ്രമം വീണ്ടും പരാജയപ്പെടുന്നു. കുറച്ചു സമയത്തിന് ശേഷം അടുത്ത ഫ്ലാറ്റിലെ ആളുകൾ തമ്മിലുള്ള വഴക്ക് അവർ കേൾക്കുന്നു. അതിനാൽ തന്നെ അവിടേക്ക് പോകാൻ അവർ തീരുമാനിക്കുന്നു. ഉടൻ തന്നെ ഡ്രില്ലിംഗ് മെഷീൻ കൊണ്ട് അപ്പാർട്ട്മെന്റിന്റെ വാൾ തുരക്കുന്നു അവർ. പെട്ടെന്ന് തന്നെ അടുത്ത ഫ്ലാറ്റിലെത്തിയ അവർ ഒരു സ്ത്രീ അവശയായി കിടക്കുന്നത് കണ്ടു. ഒലീവിയ അവരെ ആശ്വസിപ്പിച്ച് അടുത്ത മുറിയിലേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ ഉടൻ തന്നെ ടിമ്മിനെ ഒരാൾ ആക്രമിക്കുന്നു.